Gama pani sa gati gari zani da barisa ti zani da baba zani zani da baba ga saga gama baba ni ni za saga gama baba ni za saga baba ni za unnadane mahunadane മഹിമയഴും സുധനേ മഹത്വം വെടിഞ്ഞിന്നു മഹിയിൽ വന്നു മഹിതല പാലകനായി മനുകുലരക്ഷകനായി ഉന്നതനേ ഉച്ചഭാഷണിയുടെ ശ്രവണ സെമിക്കുള്ളിൽ അടുത്ത മകലയുമായി ഞങ്ങളെ ശ്രമിക്കുന്ന നല്ലവരിൽ നല്ലവരായിരിക്കുന്ന എല്ലാ ബഹുമാന്യർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസറേനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രിയുടെയും ചെപ്പാട് പ്രത്യാശാദീപം എന്ന ആത്മീക സ്ഥാപനത്തിന്റെയും സംയുക്തയാഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പ്രസയോഗങ്ങളിൽ ഈ ജംഗ്ഷനിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഈ ജംഗ്ഷനിൽ വിവിധ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടെ ഒരു ലഘു സന്ദേശത്തിലേക്ക് ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താക്കളായിട്ടല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തീയ മതത്തിലേക്ക് ആനയിക്കുന്ന മതപരിവർത്തന സന്ദേശവുമല്ല. മറ്റു മതങ്ങളുടെ വിശ്വാസ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് ഞങ്ങൾ എതിർ പ്രസംഗിക്കുന്നില്ല. ഞങ്ങൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക സഭാ വിഭാഗത്തിന്റെയോ സംഘടനയുടെയോ സന്ദേശമല്ല ഞങ്ങൾ ദേശദേശാന്തരമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന, ശാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന, ആത്മീക മൂല്യച്യുതികളിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്ന, ധാർമ്മിക അധപ്പതനങ്ങളിൽ നിന്ന് മനുഷ്യനെ കരകയറ്റുന്ന, സ്നേഹത്തിന്റെ സന്ദേശമായ, ത്യാഗത്തിന്റെ സന്ദേശമായ, സമാധാനത്തിന്റെ സന്ദേശമായ, വീണ്ടെടുപ്പിന്റെ സന്ദേശമായ, സർവശക്തനായ ദൈവം വിഭാവന ചെയ്ത് സുവിശേഷം എന്ന മകൻ സന്ദേശമാണ് ഞങ്ങൾ ദേശദേശാന്തരമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ സന്ദേശമായിട്ടോ ഏതെങ്കിലും പ്രത്യേക സഭാ വിഭാഗത്തിന്റെയോ സംഘടനയുടെയോ സന്ദേശമായിട്ട് ഉൾക്കൊള്ളാതെ സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടുന്ന മരണത്തിനപ്പുറം മനുഷ്യന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന, മനുഷ്യന് ആത്മീക വിടുതലുകൾ നൽകുന്ന, സമാധാനവും സന്തോഷവും മനുഷ്യന് പ്രദാനം ചെയ്യുന്ന സുവിശേഷ സന്ദേശമായി കേൾക്കുവാൻ, അംഗീകരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളുടെ പ്രത്യേകത നമുക്ക് ഏവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ലോകമെമ്പാടും കർത്താവായ യേശുക്രിസ്തുവിന്റെ യാതനകളെ സ്മരിക്കുന്ന നല്ല നിമിഷങ്ങളാണ് ഈ ദിവസത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതവും അതിനോടനുബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു മാനവജനതയ്ക്ക് വേണ്ടി ചെയ്ത രക്ഷണ്യ പദ്ധതിയോടുള്ള ബന്ധത്തിൽ കർത്താവ് അനുഭവിച്ച പീഡനങ്ങളും യാതനകളും ഒരുവിധമല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനസ്സിലാക്കുകയും ഈ ദിവസങ്ങൾ അതിനുവേണ്ടി വേർതിരിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായും നമ്മുടെ ഭവനത്തിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്, യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിലുപരിയായി എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്നിത്യാദി ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുകയോ അതിനെ സംബന്ധിച്ച് വേണ്ട വിധത്തിലുള്ള ആത്മീക അറിവോ നമുക്ക് ലഭ്യമായില്ലെങ്കിൽ
ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ മാറ്റിവെക്കുന്ന സമയങ്ങളൊക്കെ വൃഥ ആയി തീരുമെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ചില ചിന്തകൾ വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി യേശുവിന്റെ യാതനകളെയും പീഡനങ്ങളെയും സ്മരിക്കുന്ന ഈ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. സന്ദേശത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം ഇവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ പുതിയ നിയമഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പ്രസംഗിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരും അനന്തര ശിഷ്യന്മാരും അവരുടെ പ്രസംഗ വിഷയം എന്തായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവായിരുന്നു. നമുക്കറിയാം, ഈജിപ്തിലും പാർസിയിലും അശൂരിലും റോമിലുമൊക്കെ നിലനിന്നിരുന്ന ഒരു ശിക്ഷണ നടപടിയായിരുന്നു ക്രൂശീകരണം എന്നുള്ളത്. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നും, ഈ സാമ്രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി റോമാ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അടിമകളെയും അധമമായ പാപങ്ങളും അധമമായ തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ വരുത്തിവെച്ചവർക്കാണ് ക്രൂശീകരണം എന്ന ശിക്ഷണ നടപടികളിലൂടെ അവരെ കടത്തിവിടുന്നത്. ക്രൂശീകരണം എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു ശിക്ഷണ നടപടിയായിരുന്നു. അല്പം പോലും ദയയോ ദാക്ഷിണ്യമോ കാണിക്കാത്ത വിധം കുറ്റവാളികളെ അതിദാരുണമായി മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രത്യേക നടപടിക്രമമായിരുന്നു ക്രൂശീകരണം എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപും ഞാൻ ആദ്യം സൂചിപ്പിച്ച സ്ഥലങ്ങളിലേക്ക് ക്രൂശീകരണം സംഭവിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന് ശേഷവും ഞാൻ സൂചിപ്പിച്ച സാമ്രാജ്യങ്ങളിലേക്ക് ക്രൂശീകരണങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ക്രൂശ് എന്ന് കേൾക്കുമ്പോൾ, ക്രൂശീകരണം എന്ന് കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മാനവജനതയ്ക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖം, ആദ്യം ഓർമ്മ വരുന്ന വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തുവാണ്. ചില സാമ്രാജ്യങ്ങൾ കൊണ്ട് മാത്രം ഒതുങ്ങി നിന്ന ഈ ശിക്ഷണ നടപടിയെ ലോകമെമ്പാട് സ്മരിക്കത്തക്കവണ്ണം, ഓർക്കത്തക്കവണ്ണം, അറിയത്തക്കവണ്ണം ഒരു വാർത്തയായി പറഞ്ഞു പന്തലിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിനോടനുബന്ധിച്ച് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തിനാണ് ക്രൂശിച്ചത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ആത്മീക ചിന്തകളിൽ ഒന്നാണ്. എന്നെങ്കിൽ മാത്രമേ യേശുവിന്റെ യാതനകളെയും യേശു അനുഭവിച്ച പങ്കപ്പാടുകളെയും സ്മരിക്കുന്ന ഈ നിമിഷങ്ങൾ, ഈ ദിവസം നമുക്ക് ഫലകരമായി തീരുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിനെ ക്രൂശിച്ചത് യേശു അന്നത്തെ നിയമവ്യവസ്ഥയോട് എന്തെങ്കിലും അരുതാത്തത് പ്രവർത്തിച്ചിട്ടല്ല. ധാർമ്മിക ബോധമില്ലാതെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് യേശു എന്തെങ്കിലും കാര്യങ്ങൾ തന്റെ സ്വഭാവത്തിന് വിരോധമായി, ദൂഷ്യ സ്വഭാവത്തിന് അടിസ്ഥാനമായിട്ടുമല്ല കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. താൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടല്ല താൻ ക്രൂശിക്കപ്പെട്ടത്. അന്നത്തെ നിയമങ്ങളോട് താൻ എന്തെങ്കിലും ലംഘനം കാണിച്ചിട്ടല്ല താൻ ക്രൂശിക്കപ്പെട്ടത്. ഈ ലോകത്തിൽ കടന്നു വന്ന ഒരു മനുഷ്യനും ചോദിക്കാത്ത വിധത്തിലൊരു ചോദ്യമാണ് യേശു സമൂഹത്തോട് ചോദിച്ചത്. നൂറ്റാണ്ടുകൾ കൊഴിഞ്ഞുപോയിട്ട്, കാലങ്ങൾ കടന്നുപോയിട്ട് ഇന്നും ഒരു മനുഷ്യനും അതേപോലെ ഒരു ചോദ്യം സമൂഹത്തോട് ചോദിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശു തന്നെ സമൂഹത്തോട് ഇങ്ങനെ ചോദിച്ചു: എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തി തരുന്നത് ആരാണ്? ബഹുപുരുഷാരം യേശു ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ ബഹുപുരുഷാരത്തെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്: എന്റെ പാപത്തെക്കുറിച്ച്, എന്റെ തെറ്റിനെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തി തരുവാൻ ആരെങ്കിലും ഒരുവനുണ്ടോ? അത്രയ്ക്ക് പരിപാവനമായിരുന്ന ജീവിതമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെത്.
ഒരു കളങ്കം പോലും തെല്ലി ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ജീവിതത്തിന് ഉടമയായിരുന്ന കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ആര് ബോധ്യം വരുത്തി തരുമെന്ന് സമൂഹത്തോട് വിളിച്ചു ചോദിച്ച യേശുവിനെയാണ് അന്നത്തെ ഭരണകൂടം ക്രൂശിച്ചത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അന്നത്തെ നിയമവ്യവസ്ഥകളോട് ഒന്നും എതിര് ചെയ്യാത്ത, യാതൊരുവിധ കുറ്റകൃത്യങ്ങളും ചെയ്യാത്ത നസ്രയനായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ക്രൂശീകരിക്കപ്പെട്ടത്? ചില ബൈബിൾ വചനങ്ങളോട് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു വാക്യം ഇങ്ങനെ പറയുന്നു: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് കൂടിയിരിക്കുന്ന പ്രിയമുള്ളവരെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കെ യേശു നമുക്ക് വേണ്ടി ശാപമായി തീരുകയായിരുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടതെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. മറ്റൊരു വേദവാക്യം ഇങ്ങനെയാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ യാതൊരുവിധ മലിനതയും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാതിരുന്ന കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് ഈ ദിവസം ചിന്തിക്കുന്ന പ്രിയ സ്നേഹിതരെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ. മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടത്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവിക സമാധാനത്തിൽ നിന്ന് അകന്നുപോയ മാനവജനതയ്ക്ക് ആ ദൈവിക സമാധാനത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ് യേശു ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ ഒരു പരാജയമായിട്ടാണ് ഇന്ന് ആധുനിക സമൂഹം കാണുന്നത്. സോഷ്യൽ മീഡിയകളൊക്കെ ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അനവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ക്രൂശിൽ കിടന്നിട്ട് സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത, തന്റെ കൂടെ കിടന്ന രണ്ട് വ്യക്തികളെ രക്ഷിക്കുവാൻ കഴിയാത്ത യേശു എങ്ങനെയാണ് ലോകത്തെ രക്ഷിക്കുന്നത്? അത്ര ദാരുണമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ക്രൂശിന്മേൽ ആ ശിക്ഷണ നടപടി ഏൽക്കാൻ കഴിയാതെ അത്ഭുതകരമാം വിധം രക്ഷ നേടുവാൻ കഴിയാതിരുന്നത് എന്താണ്? അപ്പോൾ യേശു ക്രൂശിൽ നിന്ന് രക്ഷ നേടിയില്ല, പിന്നെ എങ്ങനെയാണ് മറ്റു മനുഷ്യനെ രക്ഷിക്കുന്നത് എന്ന് പരിഹാസേന വിമർശേന ഓരോ വ്യക്തികളും ചോദിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന പ്രിയരെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു പരാജയമായിരുന്നില്ല. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച വേളകളിൽ യേശു യഹൂദന്മാരോട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യന്റെ പാപവും പേറി മരിക്കേണ്ടതിന് വേണ്ടിയാണ്. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മാനവജനതയുടെ പാപം എന്റെ മേൽ വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിക്കാനാണ്. തന്നെ അനുഗമിച്ച ബഹുപുരുഷാരത്തോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ വന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാനോ വെട്ടിപ്പിടിക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് എന്റെ യാഗമരണത്തിലൂടെ, എന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ മാനവജനതയ്ക്ക് പാപമോക്ഷവും സ്വർഗീയ രാജ്യപ്രവേശനവും നൽകിക്കൊടുക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു പരാജയമായിരുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണുവാനായിട്ട് സാധിക്കുന്നു: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വിജയമായിരുന്നു. മാനവജാതിയുടെ പാപത്തിന്റെ മേലുള്ള വിജയമായിരുന്നു.
മാനവജാതിയുടെ മേൽ സാത്താന സ്വാധീനത്തിന്മേലുള്ള വിജയമായിരുന്നു ക്രൂശീകരണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോക്ഷത്വവും രക്ഷിക്കപ്പെടുന്നു നമുക്കോ ദൈവശക്തിയുമാകുന്നു. യേശുവിന്റെ ക്രൂശീകരണത്തെ, യേശുവിന്റെ യാഗമരണങ്ങളെ വിവിധ നിലയിൽ പരിഹസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ഞങ്ങൾ വിളിച്ചു പറയട്ടെ പ്രിയരെ, ആരാണ് ക്രൂശിന്റെ വചനം അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നത്? ആരാണ് യേശുവിന്റെ ക്രൂശീകരണത്തെ ഓർക്കാൻ കഴിയാതിരിക്കുന്നത്? ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അത് നശിച്ചു പോകുന്നവർക്കാണ് മോക്ഷത്വം. അതുകൊണ്ട് ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ പകലിൽ വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ പ്രസംഗ വിഷയം ക്രൂശീകരിക്കപ്പെട്ടവനായി ക്രിസ്തുവാണ്. യേശു ക്രൂശീകരിക്കപ്പെട്ടത് യേശുവിന്റെ സ്വഭാവത്തിന്റെ ദൂഷ്യഫലം കൊണ്ടല്ല. അന്നത്തെ നിയമവ്യവസ്ഥകളോട് യേശു എന്തെങ്കിലും എതിര് ചെയ്തത് കൊണ്ടല്ല ക്രൂശീകരിക്കപ്പെട്ടത്. മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഉറക്കം ഘോഷിക്കുകയാണ്. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും യേശുവിന്റെ ത്യാഗോജനമായ ജീവിതത്തെക്കുറിച്ചും നമുക്കൊരു അറിവ് ലഭ്യമാകുകയുള്ളൂ. യേശുവിനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ, യേശുവിനെ അംഗീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല.